ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് നാട്ടിലെ രാഷ്ട്രീയ എതിരാളികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം വെറും പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് എന്ന്. പൊതിച്ചോർ എന്നത് ഒരു മോശം സംഗതിയാണ് എന്ന ബോധ്യം വച്ചു പുലർത്തുന്ന ലീഗ്, കോൺഗ്രസ്, BJP അണികളാണ് ഈ പ്രയോഗം ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് സ്ഥിരമായി നടത്താറുള്ളത്. എന്നാൽ ഇന്ന് ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകന് എന്താണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയമെന്ന് ശരിക്കും മനസ്സിലായ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഡിവൈഎഫ്ഐയുമായുള്ള ആ പൊതിച്ചോർ അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. ഫേസ്ബുക്കിൽ അയാൾ പങ്കുവച്ച ആ കുറിപ്പ് ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ടതാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് മോൻ്റെ നീറ്റ് പരീക്ഷയായിരുന്നു. കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു സെൻറ്റർ. 11:30 റിപ്പോർട്ട് ചെയ്യണം. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. വളരെ ദൂരത്തു നിന്നും പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും സെൻറ്ററിന് മുന്നിൽ 11:30 തൊട്ട് കാത്തു നിൽക്കുന്നു. തൊട്ടടുത്ത് ഒരു ചെറിയ കട മാത്രം. ഉച്ചയ്ക്ക് 1 മണിയോടെ അവിടെ നിറഞ്ഞാളായി. പലരും യാത്ര ചെയ്ത് ക്ഷീണിച്ച അവസ്ഥയിൽ. അവിടേക്കാണ് 3-4 വണ്ടികൾ വന്ന് നിൽക്കുന്നതും കുറേ ചെറുപ്പക്കാർ ഇറങ്ങുന്നത്. അവർ വണ്ടിയിൽ നിന്നും പൊതിച്ചോറും വെള്ളവും അവിടെ ഡെസ്കിൽ നിരത്തി. പിറകിലൊരു ബാനറും തൂക്കി, ഡിവൈഎഫ്ഐ വക. അവിടെ നിന്നിരുന്ന ആളുകൾക്ക് ആ പൊതിച്ചോറ് നൽകിയ ആശ്വാസവും ആ കാഴ്ച നൽകിയ സന്തോഷവും ചെറുതല്ലായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഡിവൈഎഫ്ഐക്കാരോടാണ് ഇതിൻ്റെ പേരാണ് ഹൃദയപക്ഷം. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ജിക്കു എന്ന് പറയുന്ന കോട്ടയം സ്വദേശി ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാൾക്കിന്ന് ശരിക്കും മനസ്സിലായി എന്താണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം വിശപ്പിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. അതിന് ഒരു വലിയ കഥ പറയാനുണ്ട്. ആ കഥ ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലെ അടുക്കളകളിലാണ്. ഓരോ ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റികൾക്കാണ് ഓരോ ദിവസത്തെ പൊതിച്ചോറിൻ്റെ വിതരണ ചുമതല. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകും. യൂണിറ്റ് കമ്മിറ്റി സഖാക്കൾ ആദ്യവട്ടം ഗൃഹസന്ദർശനം നടത്തി വീടുകളിൽ ഇങ്ങനെ പൊതിച്ചോറ് സ്വീകരിക്കുന്നുണ്ട് എന്നും നിങ്ങളാൽ കഴിയുന്നത്ര പൊതിച്ചോറ് നൽകണമെന്നും പറയുന്നു. അതിനുശേഷം 2ാം ഘട്ട ഗൃഹസന്ദർശനത്തിൽ ഇവരെ ഈ പൊതിച്ചോറിൻ്റെ കാര്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓർമ്മിപ്പിക്കും. അതിനും ശേഷം 3ാം ഘട്ടത്തിലാണ് ഇവർ ഈ പൊതിച്ചോറ് സ്വീകരിക്കുന്നതും അത് കൃത്യമായ ആശുപത്രികളിലും മറ്റും കാത്തു നിൽക്കുന്ന സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുമായുള്ള ഒരു ഇൻട്രാക്ഷൻ രീതി കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് വിതരണ പദ്ധതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം മുകളിൽ ഉള്ളവനിൽ നിന്ന് സ്വീകരിച്ച് ഇല്ലാത്തവനിലേക്ക് നൽകുന്ന ഒരു കമ്മ്യൂണിസത്തിൻ്റെ ലളിതവൽകൃതമായ പ്രക്രിയ കൂടിയാണ് ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര മാതൃകാപരമാണത്. അതുകൊണ്ടാണ് പല അന്തർദേശീയ മാധ്യമങ്ങളും ഗാർഡിയനെ പോലെ BBC-യെ പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വലിയ അത്ഭുതത്തോടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഈ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ഇന്ത്യയിലെ മറ്റൊരു യുവജന പ്രസ്ഥാനത്തിനും ഇങ്ങനെ ഒരു നേട്ടം എടുത്തു കാണിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ഡിവൈഎഫ്ഐക്ക് മാത്രം സ്വന്തമായ ഒരു നേട്ടമാണ്. അവർ അത് വിജയകരമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തുന്നുണ്ട്. അത് ജനങ്ങൾക്കും അതീവ ഉപകാരപ്രദമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് അതിൻ്റെ പങ്കാളികളാകാനും വലിയ താല്പര്യമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പോഴും വിജയകരമായി ഇത്ര വർഷങ്ങൾക്ക് ശേഷവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം, ആ വിശപ്പിൻ്റെ രാഷ്ട്രീയം ഒരു കോൺഗ്രസ്സുകാരന് കൂടി മനസ്സിലായ ദിവസമാണ്.